ഒന്നാമതാണ് നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിമാനത്ത് കൊടുക്കാനുള്ള ചാൻസ് കൊടുക്കലാണ്. അത് എങ്ങനെയെങ്കിലൊക്കെ അവനത് ചെയ്തു ആ രൂപത്തിൽ ചാൻസ് കൊടുക്കണം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാമത്തു സഅദ, രണ്ടാമത്തെ അടയാളം, വിജയികളുടെ രണ്ടാമത്തെ അടയാളമായി പരിചയപ്പെടുത്തുന്നത് വമുവാഫഖത്തു സുന്നത്തി ഫി അഫ്ആലിഹി. ഒരു മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങളിൽ സുന്നത്തിനോട് യോജിച്ചതാവണം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ജീവിക്കണം. ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീട് കൂടൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിക്കാഹ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൽക്കാരം നടക്കുമ്പോൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിൽ മറ്റു കോലാഹലങ്ങളോ മറ്റു ഇസ്ലാമിനോട് നിരക്കാത്തതോ ആയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിൻ്റെയൊക്കെ ഫലം പരാജയമാണ്. കല്യാണം പൊടി പിടിച്ചു, എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞു, ഫലം പരാജയം. നേരെ മറിച്ച് അൽഹംദുലില്ലാഹ്, എൻ്റെ കല്യാണത്തിന് ഒരുപാട് ആലിമീങ്ങൾ വന്നു, ദർസിലെ എല്ലാ മുതഅല്ലിമീങ്ങളും വന്നു, ഒരുപാട് മുഅ്മിനീങ്ങൾ വന്നു, അവർക്കൊക്കെ എനിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. ഈ നിയ്യത്തും കൊണ്ടാണെങ്കിൽ അവിടെ ഫലം വിജയമാണ്. എന്നാൽ അവിടെ നമ്മുടെ കല്യാണം അടിപൊളിയായി ആ രൂപത്തിലാണെങ്കിൽ അത് പൊങ്ങച്ചമാണ്. ആ പൊങ്ങച്ചം നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ. കിബറിന്റെ ഒരു അണുമണി തൂക്കം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഞാൻ എല്ലാവരെക്കാളും താഴെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഒന്നും വരില്ല, നമുക്ക് ഉയർച്ചയല്ലാതെ വരികയില്ല. അതുകൊണ്ടാണല്ലോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രായം വളരെ അധികരിച്ച ആളെ കാണുമ്പോൾ അവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്, റബ്ബേ, ഇയാൾ അല്ലാഹുവിനെ എത്ര ഇബാദത്ത് ചെയ്തവനാണ്, ഇദ്ദേഹത്തിന്റെ നെറ്റി കൊണ്ട് പടച്ച റബ്ബിനെ എത്ര സുജൂദ് ചെയ്തവനാണ്, എനിക്കതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ചെറിയ മക്കളെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത്, ഞാൻ എത്ര കാലമായി ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, എത്ര തെറ്റുകുറ്റങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ചെറിയ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്, എന്നാലും എന്നെക്കാളും ഉഷാർ ഈ കുട്ടി തന്നെയല്ലേ. അപ്പോഴാണ് നമ്മുടെ ഖൽബിൽ നിന്ന് ഖിബർ ഇല്ലാതായിരിക്കുകയുള്ളൂ. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഇവിടെ കിബിറിന്റെ അടയാളമായിട്ട് പല രൂപത്തിലും മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരു അടയാളമാണ്, പ്രായമുള്ളവരോ സമപ്രായക്കാരോ ആയ ഒരാൾ അദ്ദേഹത്തിൽ വന്നിട്ടുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം അത് തിരുത്തുന്നില്ല. പകരം ഈ തിരുത്തുന്ന അല്ലെങ്കിൽ സതുപദേശത്തോടുകൂടെ, മോനെ ഒന്ന് ഇങ്ങനെയായാൽ അതായിരിക്കും നന്നാവുക, നിന്റെ സുജൂദിൽ ഇന്ന തെറ്റുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഫാത്തിഹയിൽ ഇന്ന തെറ്റുണ്ട്, അല്ലെങ്കിൽ നിന്റെ പ്രവർത്തനങ്ങളിൽ ഇന്നതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനോട് പിന്നെ ദേഷ്യമാണെങ്കിൽ, അദ്ദേഹത്തിനോട് പിന്നെ മിണ്ടുന്നില്ലെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ്.
നേരെ മറിച്ച് അൽഹംദുലില്ലാഹ് എന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ എനിക്കുണ്ടായല്ലോ, ഞാൻ നാളെ മുതൽ ആ രൂപത്തിൽ അഥവാ എന്റെ ഈ തെറ്റ് ശരിയാക്കി ഞാൻ മുന്നോട്ട് പോകും, ജസാക്കല്ലാഹു ഖൈറാ എന്ന് പറയുമ്പോൾ അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുകയാണ്. അപ്പോൾ വിജയികളുടെ അടയാളം നമ്മോട് പഠിപ്പിക്കുന്നത് സുന്നത്തുകൾ എടുത്ത് ജീവിക്കണം. ആ സുന്നത്തുകൾ ജീവിതത്തിന്റെ ഒരു പ്രകാശമാണ്. അത് വെറും ഫർള് കൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് അതിൻ്റെതായ ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ധാരാളം എടുക്കുമ്പോൾ ജീവിതത്തിന് പ്രത്യേകമായ ഒരു പ്രകാശമാണ്. നമ്മളൊരു നിസ്കാരം മാത്രം എടുത്തു നോക്കുക, എത്രയാണ് ഇതിൽ സുന്നത്തുകൾ വരുന്നത്. ആ സുന്നത്തുകൾ നിങ്ങൾ നോക്കൂ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ആ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു, സുന്നത്താണ്. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുന്നു, സുന്നത്താണ്. ഫാത്തിഹയ്ക്ക് മുമ്പ് ഔദ് ഓതുന്നു, സുന്നത്താണ്. നേരെമറിച്ച് ഈ ഔദ് ഇല്ല, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടലില്ല, അവന് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുന്നില്ല, വെറും ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നില്ല. സൂറത്ത് ഓതിയാൽ സുന്നത്തായി പോയില്ലേ? ഫാത്തിഹ ഓതുന്നു, റുക്കൂയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദി ചൊല്ലുന്നില്ല. അതുപോലെ സുജൂദിലേക്ക് പോകുന്നു, ദിക്റൊന്നും ചൊല്ലുന്നില്ല. വെറും ഫർള് മാത്രം എടുത്താൽ ജീവിതത്തിൽ പിന്നെ എന്ത് പ്രകാശമാണ്. ആ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കുമ്പോഴാണ് ജീവിതത്തിനൊരു പ്രകാശം ഉണ്ടാകുക. ആ രൂപത്തിൽ സുന്നത്തുകൾ ധാരാളം എടുത്ത് നമ്മുടെ ജീവിതവും ആത്മീയവുമായ കാര്യങ്ങൾ പ്രകാശിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയായിൽ പാടുന്നുണ്ട്, ഹാഫിളു അലാ സുനനിൻ വആദാബിൻ അസസ് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസലാ. മുർസലീങ്ങളിൽ ഏറ്റവും ഖൈറായ ആരാണ്? മുർസലുകളിൽ ഏറ്റവും ഖൈറായത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയോ അതിന്റെ അദബുകളും എല്ലാം ജീവിതത്തിൽ നീ സൂക്ഷിച്ചുകൊണ്ട് നടക്കണേ. കാരണം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ലോകത്ത് അല്ലാഹു എന്ന് പരിചയപ്പെടുത്തി തന്നത്. ആ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പിന്നെ ഒരു അമലും ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ സൂഫിയാക്കളിൽ ലീഡറായ സൂഫിയാക്കളുടെ നേതാവായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു അടിമ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി സുന്നത്ത് കൊണ്ട് ജോലിയാവലാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ ദർസ് നടത്തിയ സൂഫിയാക്കളുടെ നേതാവാണ്. ഒരുപാട് ശിഷ്യഗണന്മാരുണ്ട്. ആ ഒരുപാട് വലിയ വലിയ പടുകൂറ്റൻ ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനാണ്. മഹാനവറുകൾ വഫാത്തായതിന്റെ ശേഷം അവിടുത്തെ അരുമ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ തന്റെ ഉസ്താദിനെ സ്വപ്നത്തിൽ കാണുന്നു. കണ്ട ഉടനെ ഈ ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഉസ്താദേ, നിങ്ങളുടെ ഖബറിലെ അവസ്ഥ എങ്ങനെയുണ്ട് ഉസ്താദേ? ശിഷ്യന്റെ ചോദ്യത്തിന് ഉസ്താദിന്റെ മറുപടി, ഓ മോനെ, ജനങ്ങളിൽ നിന്ന് എത്ര വലിയ സ്തുതികീർത്തനങ്ങൾ കിട്ടിയാലും എത്ര വലിയ പ്രകീർത്തനങ്ങൾ കിട്ടിയാലും അത് ഈ താഴ്ന്ന ദുനിയാവിൽ നിഷ്ഫലമായി പോയി. പക്ഷേ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ പടച്ചറബിന് എനിക്ക് കാണാൻ കണ്ണ് തന്ന, നോക്കാൻ അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്കും എനിക്ക് കണ്ണ് തന്ന, കേൾക്കാൻ കാത് തന്ന, പറയാൻ സംസാരിക്കാൻ നാക്ക് തന്ന, ചിന്തിക്കാൻ ഹൃദയം തന്ന എന്റെ റബ്ബിന് ഞാൻ 2 റക്അത്ത് നിസ്കാരം സുബ്ഹിക്ക് മുമ്പ് അഥവാ തഹജ്ജുദ് നിസ്കാരം ഞാൻ ജീവിതത്തിൽ പകർത്തിയിരുന്നു. ആ തഹജ്ജുദ് നിസ്കാരം എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ
എന്റെ ഈ ഖബറിലെ അവസ്ഥ പറയേണ്ടതില്ല മോനെ. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, സ്വല്ലൂ വന്നാസു നിയാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങുകയാണ്. ആ സമയത്ത് പാതിരാത്രി, രാത്രിയുടെ യാമങ്ങളിൽ പടച്ച റബ്ബിനു വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചാൽ അവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നുണ്ടല്ലോ. അർഹമർ റഹീമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം പതിവായി നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അതിനാൽ നാളേക്ക് കാത്തു നിൽക്കാതെ ഓരോ ദിവസവും തെറ്റുകുറ്റങ്ങളില്ലാതെ ഫർദിനോടൊപ്പം സുന്നത്തുകളും എടുത്ത് മനുഷ്യ ജീവിതം സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണം. എങ്കിലേ റബ്ബിന്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ കഴിയൂ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞു തൽക്കാലം ഇന്ന് നമ്മൾ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇന്നത്തെ സദസ്സിൽ നമുക്ക് വേണ്ടി നമ്മുടെ പുള്ളാടൻ മുസ്തഫാക്കയും നമ്മുടെ ബോംബെ റഫീഖ് സാഹിബും കൂടെ നമുക്കൊരു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അവരുടെ ആഗ്രഹം മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിലുള്ള ഒരു മൗലിദ് ചൊല്ലിയിട്ട് ആ ഭക്ഷണം കൊടുക്കണം എന്നതാണ്. അല്ലാഹു മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മദദും ഹിഫ്ളും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നൽകുമാറാകട്ടെ. വലിയ സ്ഥാനത്തേക്ക് എത്തിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തി അത് നമുക്ക് കാണിച്ചു തന്ന ഒരു മഹാനാണ്. തെരുവോരങ്ങളിൽ മുറിവ് ബാധിച്ച് നടക്കുന്ന ഒരു നായയെ പ്രത്യേകം ഒരു ടെന്റ് കെട്ടി 40 ദിവസത്തോളം ആ നായക്ക് വേണ്ടിയിട്ടുള്ള പച്ചമരുന്നുകളൊക്കെ തേച്ച് ആ നായയെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചു. അവസാനം എണ്ണ വരെ തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി പറഞ്ഞേക്കുകയാണ്. ജീവികളോടുള്ള കാരുണ്യം. കാരണം ഈ നായ സംഗതി അത് അതിനും നജസാണെങ്കിലും പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്നൊരു ചിന്തയാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വലിയ മഹത്വം, സഹനവും അതുപോലെ തന്നെ രോഗസന്ദർശനവും ഇതൊക്കെ ജീവിതത്തിൽ ധന്യമാക്കി. ഒരു രോഗിയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ രോഗിയെ കാണാതെ ഉറക്കം വരില്ല, അങ്ങനത്തെ ഒരു സ്വഭാവം. സഹനത്തിന്റെ വിഷയമാണെങ്കിൽ അവിടുത്തെ അപ്പുറം ഒരു സഹനമുള്ള ഒരു നേതാവില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിൽ സഹനമാണ്. എത്രത്തോളം തൻ്റെ ഭാര്യ ഒരു ഇരുമ്പിന്റെ കഷ്ണം ചൂടാക്കിയിട്ട് മഹാനായ ശൈഖ് റിഫാഈ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഇങ്ങനെ പൊള്ളിച്ചപ്പോ മറ്റൊരു ആള് പറഞ്ഞു, എന്തിനാണ് ആ ഭാര്യയും വെച്ച് ഇങ്ങനെ നിൽക്കുന്നത്? തൊലാഖ് ചൊല്ലിക്കൂടെ? ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ആളെ നിർത്തണോ, ഒപ്പം നിർത്തണോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖ് റിഫാഈ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇതൊക്കെ സഹിച്ചത് കൊണ്ടാണ് പടച്ച റബ്ബ് എനിക്ക് ഇത്രയും വലിയ സ്ഥാനം തരുന്നത് എന്നതായിരുന്നു. അപ്പൊ നമ്മൾ സഹിക്കുമ്പോ, ക്ഷമിക്കുമ്പോ പടച്ച റബ്ബ് നമുക്ക് വലിയ പ്രതിഫലം നൽകും എന്ന് കാണിച്ചു തരികയാണ്. ജീവികളോടുള്ള കാരുണ്യം വലിയ കാരുണ്യാണ്. മഹാനവറുകള് നിസ്കാരത്തിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഷർട്ടിൽ പൂച്ച കിടന്നുറങ്ങുന്ന സമയത്ത് ആ കൈയിന്റെ ഭാഗം മുറിച്ച് ആ ഷർട്ടുമായിട്ട് പള്ളിയിലേക്ക് പോവുകയാണ് നിസ്കാരത്തിന്. കാരണം ആ പൂച്ചയുടെ ഉണർത്തരുത് എന്നൊരു ചിന്തയാണ്. നമ്മളാണെങ്കിലോ കല്ലെടുത്തോട്ട് ഒരറ്റേറരുത്, എന്റെ ഷർട്ടുമിൽ വന്ന് കിടന്നു. പക്ഷെ ജീവികളോടുള്ള കാരുണ്യം. എന്നിട്ടോ തിരിച്ചു വന്ന് നോക്കിയപ്പോ പൂച്ച എഴുന്നേറ്റ് പോയിട്ടുണ്ട്. പിന്നെ ആ ഭാഗം എടുത്ത് തുന്നിപ്പിടിപ്പിച്ച് മഹാനവറുകൾ നടക്കുന്നു. ഇങ്ങനെ ജീവികളോടാണെങ്കിലും അതുപോലെ തന്നെ കണ്ണുപൊട്ടന്മാർ, ആ കണ്ണുപൊട്ടന്മാർ ഉണ്ട് എന്നറിഞ്ഞാൽ അവരുടെ കയ്യും പിടിച്ച് ഇങ്ങനെ പോയി അവർക്ക് വേണ്ട ദിശ കാണിച്ചു കൊടുക്കുകയാണ്.
സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരു കണ്ണ് കാണാത്ത ഒരു അന്ധനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കയ്യും പിടിച്ച് നമ്മൾ ഒരു 40 ചവിട്ടടി നമ്മൾ നടന്നു പോയാൽ അവന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ മഹത്തൻ. നിങ്ങൾ ആലോചിച്ചു നോക്കി, കണ്ണ് കാണാത്ത ആള് കണ്ണുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അത്രയും വലിയ ഭാഗ്യല്ലേ അവർക്ക് കിട്ടിയത്. പിന്നെ അവരുടെ കൈയും പിടിച്ച് അവർക്ക് വേണ്ട ദിശ നമ്മൾ കാണിച്ചു കൊടുത്താൽ പടച്ച റബ്ബ് എന്തായാലും നമ്മെ അനുഗ്രഹിക്കുമല്ലോ. ആ രൂപത്തിൽ മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ജീവിച്ചു. തൻ്റെ കറാമത്ത് സുബ്ഹാനല്ലാഹ് മദീന മുനവ്വറയിൽ കാണിച്ച രംഗങ്ങൾ നമ്മൾ ചരിത്രങ്ങളിലൂടെ കേട്ടതാണ്. എന്ന് പറയുന്ന ആ പദ്യം അങ്ങ് ചൊല്ലുകയാണ്. നബിയെ, അങ്ങയ്ക്ക് വേണ്ടി ധാരാളം സ്വലാത്തുകൾ അങ്ങയുടെ പേരക്കുട്ടിയായ ഞാൻ ചൊല്ലാറുണ്ട്. ഇപ്പൊ ഞാൻ വന്നത് എൻ്റെ റൂഹും ജസദുമായിട്ടാണ്. അന്ന് ഞാൻ ചൊല്ലിയത്, ഞാൻ പറഞ്ഞേക്കുന്നത് എൻ്റെ അർവാഹായിരുന്നു, എൻ്റെ ആത്മാവായിരുന്നു അങ്ങയുടെ ഹളറത്തിലേക്ക് ഞാൻ വിട്ടിരുന്നത് ഓരോ സ്വലാത്തുകളും. സ്വലാത്ത് നമ്മൾ ധാരാളം പതിവാക്കണം. ഇപ്പൊ ഞാൻ വന്നത് എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും കൊണ്ടാണ്. എനിക്കൊരൊറ്റ ആഗ്രഹമുണ്ട് നബിയെ, അങ്ങയുടെ കൈയൊന്ന് പിടിച്ചു ചുംബിക്കണം. സുബ്ഹാനല്ലാഹ്, മദീന മുനവ്വറയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ ഇങ്ങനെ പൊങ്ങുന്നു. ആ കൈ മതിവരുവോളം ചുംബനങ്ങൾ കൊടുത്ത അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. ആ സമയത്ത് മദീന മുനവ്വറ മുഴുവനും പ്രകാശിതമായി. കണ്ടവർ മദീനയിലെ മുഴുവൻ ആളുകളും ആ കൈ കാണുന്നു. ഇത്രയും വലിയ കറാമത്ത് കാട്ടിയ മഹാനാണ്. റബ്ബേ, അവിടത്തോടുകൂടെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവിടുത്തെ ഒരൊറ്റ ഹദീസ് ഓതിയിട്ട് മൗലൂദും ചൊല്ലി നമുക്ക് പിന്നെ കർമ്മബീത്തും ചൊല്ലി ദുആയിലേക്ക് നടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖൽ ജിന്ന വൽ ഇൻസ ലിയഅ്ബുദൂൻ വഖ്താറ മിൻഹും ബനീ ആദമ ലിയദ്കുറൂ വസ്തഫാ മിൻ ബനീ ആദമ അൽ അംബിയാ വറുസുല ലിയസ്തഹദൂ وخير منهم سيد الكائنات محمدا صلى الله عليه وسلم ليقتدوا وأعطى لهم ملأ وسبلا وأمما وجعل أمة نبينا وشفيعنا وسيدنا محمد صلى الله عليه وسلم خير الأمم ذمما وصير بعضا من أممه أقطابا وأغياثا وأفرادا همما وفضل منهم سيدنا أبا العباس سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره العزيز معرفة وعلما. وكانت ولادته يوم الاثنين 27 من شهر رجب سنة 500 من هجرة سيد الكونين شرفا ونعما. وهو السيد أحمد بن السيد علي بن السيد يحيى بن السيد ثابت بن السيد حازم بن السيد علي بن السيد حسن بن السيد مهد بن السيد محمد بن السيد حسين بن السيد أحمد بن السيد موسى الصالح بن السيد إبراهيم بن السيد موسى الكاظم بن السيد جعفر الصادق بن السيد محمد الباقر بن السيد زين العابدين بن السيد الإمام حسين بن السيد الإمام علي بن أبي طالب رضي الله عنهم أجمعين. وصلى الله على سيدنا محمد وآله وصحبه وأولاده أجمعين ما دامت الأرض والسماء. رضي الله عن الولي أحمد الكبير رفاعي. رضي الله عن الولي أحمد الكبير رفاعي. رضي الله عن الولي أحمد الكبير رفاعي. ألا إله الحمد في كل
والأشياء كلا بحكمته صلاة وتسليم وأزكى تحياتي فالمختار بخير البرية يفيض إليهم رحمة بجماله وفضل وإحسان ولطف ومنة صلاة وتسليم وأزكى تحياتي على المصطفى المختار وجوب علينا شكر فضل إلهنا بآلائه من غير حد وحصرة صلاة وتسليم وأزكى تحياتي على المصطفى المختار وأشهد أن الله لا رب غيره مصرر كل الخلق من غير صنعتي صلاة وتسليم وأزكى تحياتي على المصطفى بخير البرية وكرم بين الخلق أبناء آدم وأرسل رسلا بالكتاب وسنة صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية وخير منهم شافيع الخلق أحمدا وأمته سماهم خير أمتي صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية ومنهم شمس ما بدر وأنجم وشهب الله في سماء العلية صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية ومنهم كشمس في بطاء حلائها جلت نورها في شرق والغرب ضوءتي صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية وأحمد كبير اسمه المتبارك أبوه أبو الحسن العلي المقنة صلاة وتسليم على المصطفى المختار
على جده صلى الإله وسلم صلاة وتسليما وأعلى تحيتي صلاة وتسليم وأزكى تحيتي على المصطفى المختار وآل وأصحاب ومن تبعوا له وأولى به من كل عام وخاصة صلاة وتسليما وأزكى تحيتي على المصطفى المختار ورضوان ربي عنهما طلع طليع وما دار أفلاه البروج بحكمتي صلاة وتسليما على المصطفى المختار عفى الله عن مداحي غوث البرية وصماع مدح لا شوم وزلتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. എല്ലാവരും എഴുന്നേൽക്കണം. നമുക്ക് ഈ ആക്രമണത്തിൽ ചൊല്ലണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. നടത്തുകൊണ്ട് വരുന്ന എല്ലാ വാക്കനും നമ്മൾ ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ സവിധത്തിലേക്ക് മഹാനായ ഇമാം ബുസ്വരി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് തവസ്സുലാക്കി ചൊല്ലിയ ഖസീദത്തുൽ ബുർദയുടെ അവസാന ബൈത്താണ്. വലിയ ഫലം ലഭിക്കുന്ന ബൈത്താണ്. അല്ലാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റി തരുമാറാവട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. يا أكرم الخلق ما لمن أغلو به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وليضيق رسول الله جاهك بإذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظما إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير
حين يقسمها تأتي على حسب عصياني في القسم مولاي صل وسلم دائما